അതെ, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഞാൻ എപ്പ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നീ കളിയാക്കുന്ന സ്വഭാവം ഉണ്ടോ? അത് തീരെ ശരിയല്ല കേട്ടാ. കൂളിംഗ് ഗ്ലാസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ കഥ കേൾക്കാൻ കൊണ്ട് ഒരാവശ്യമില്ല. രാത്രി പകലുകൾ രാത്രിയാക്കി ഉറക്കൊഴിഞ്ഞിരുന്ന സൂപ്പർ കഥയല്ലേ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ചേട്ടോ ഇജ്ജ് രാത്രി പകലാക്കിയോ പകല് രാത്രിയാക്കിയൊക്കെ ഞമ്മക്കറിയാം. നമ്മൾ ആദ്യം ഈ കഥ ഒന്ന് കേട്ടു നോക്കുക. ഇത് നല്ലതാണെങ്കിൽ മൂപ്പര് കഥ അനക്ക് തിരക്കഥ എഴുതിക്കൂടോ. കാതല നീ വിഷമിക്കണ്ട. എടാ നീ നല്ല ബെസ്റ്റ് റൈറ്ററാണ്, ഒരു സംശയമില്ല. പക്ഷെ നിന്റെ ഈ തിരക്കഥയൊക്കെ നല്ലൊരു തിരക്കഥയാണെങ്കിലും അത് നമുക്ക് സിനിമയാക്കി കൂടെ. അപ്പൊ ഇത് നല്ലൊരു തിരക്കഥ കിട്ടിയാൽ ഇതിലും നല്ലൊരു സംവിധാനം നമുക്ക് വെച്ചാലോ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് ആണല്ലോ പ്രധാനം. ഡയറക്ടർ ഞാൻ ഉണ്ടല്ലോ. അപ്പൊ അവനവന്റെ കാര്യം സേഫ് ആക്കി വെച്ചിട്ട് എന്റെ കഥ കിട്ടി ഇങ്ങനെ തട്ടി കളിക്കുകയാണല്ലേ. ആട് നിങ്ങളെല്ലാരും കൂടെ എന്റെ ജീവിതം വെച്ച് പന്താണ്. അതല്ലെങ്കിലും പോട്ടെ, ഈ കഥാപ്രസംഗമൊക്കെ ഇന്ന് വരെ സിനിമ ആക്കിയ ചരിത്രമുണ്ടോ? ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. എടാ സൂപ്പർ ഹിറ്റ് നാടകങ്ങളുണ്ട്, അറിയാമോ? തുലാഭാരം, അശ്വമേധം, സിംഹമുറങ്ങുന്ന കാട്, കാട്ടുകുതിര, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇതെല്ലാം മലയാളത്തിലെ നല്ല നല്ല നാടകങ്ങളായിരുന്നു. ഇതൊക്കെ മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റ് ആയില്ലേ? അതും പോരാ വികലാംഗ വർഷം എന്ന് പറയുന്ന നാടകം കുഞ്ഞിക്കുഞ്ഞി എന്നും പറഞ്ഞ് ഹിറ്റാക്കിയില്ലോ. പിന്നെ ഷെയ്പ്പുഖാന്റെ എത്ര നാടകങ്ങളാണ് സിനിമയാക്കിയത്? ആരെ? ഷെയ്പ്പുഖാക്കില്ല, മറ്റേ ഇംഗ്ലീഷിലൊക്കെ ഇതിനാണ് മറ്റേ അടിയാൻ പറ്റും. ഷേക്സ്പിയർ നിനക്ക് അവരാണ് കഥ കേൾക്കാൻ പോകുന്നത്. അല്ല ഷെയ്ഫ് കാക്കാന്ന് പറഞ്ഞു. നീ കഥ കേൾക്കാൻ വരുന്നുണ്ടോ? ഇല്ല, ഞാനില്ല. പിന്നെ തിരക്കഥ മൂപ്പരെ കൊണ്ട് ഇരിക്കാം. നിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയി കഥ കേൾക്കണ്ട, ഞാനും വരാം. ഇതാണ് ഞാൻ പറഞ്ഞ കാതകെ. കാതികെ പ്രൊഫസർ താരാശങ്കർ ബാനർജി. ബാനർജി ബംഗാളിയാണോ? ബംഗാളി ഒന്നല്ല, മലയാളി തന്നെയാണ്. ഇപ്പൊ ഈ പ്രൊഫസർ എന്നൊക്കെ വെക്കുന്നത് യഥാർത്ഥത്തിൽ കോളേജിലെ പ്രൊഫസർമാരൊന്നും അല്ലല്ലോ. അതേപോലെ ഈ ഡോക്ടർ എന്ന് വെക്കുന്നതും ഡോക്ടറേറ്റ് ഉള്ളവരൊന്നും അല്ല. പേരിനൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ബാനർജി, താരാശങ്കർ അതൊക്കെ ചേർത്ത് പ്രൊഫസർ. യഥാർത്ഥ പേര് ദാമോദരൻ ചാലിശ്ശേരി. അതാണ് മുഖത്തിന് പറ്റിയ പേര്. അല്ല ഇപ്പൊ ഈ വെയിറ്റ് കിട്ടാനും വല്ല പ്രോഗ്രാം കിട്ടാനും ഒക്കെ പേര് മാറ്റിയിട്ട് കാര്യമില്ല, കഥാപ്രസംഗം കൂടെ നന്നാക്കണം അല്ലേ? അല്ല അത് നന്നാക്കണം. അതോടൊപ്പം തന്നെ ഈ പേരിന് ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഏർപ്പാടൊക്കെ അറിയാലോ, അതിനും ആൾക്കാർ വില കൽപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇത് നമ്മുടെ ഡയറക്ടറാണ്. ആക്ഷൻ ഡിക്രൂസ്. ആക്ഷൻ ഡിക്രൂസ് എന്നുള്ളതാണോ യഥാർത്ഥ പേര്? അല്ല ഒറിജിനൽ നെയിം ആണല്ലോ, ഒറിജിനൽ നെയിം ഡിക്രൂസിനേ ഉള്ളൂ. പിന്നെ ഒരു പഞ്ചിനും ഒരു വെയിറ്റിനും വേണ്ടിട്ട് ആക്ഷൻ ചേർത്തു. പടം നന്നാക്കിയാ പോരെ. ഈ പേരിൽ പഞ്ചുണ്ടായതുകൊണ്ട് സിനിമയിൽ പഞ്ചുണ്ടാവണം എന്നില്ല. അത് പൊളിച്ച് കറക്റ്റ് ടൈമിങ്ങാ. പിന്നെ ഇത് നമ്മളെ കാതരൻ കാഞ്ഞമറ്റം എഴുത്തുകാരനാണ്. എന്താ ഒന്നുകൂടെ പേരെന്താ? കാതരൻ കാഞ്ഞിരമറ്റം. എനിക്ക് ഈ ചീപ്പ് കഥാപ്രസംഗം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ വന്നേ ഉള്ളൂ. ഈ കാഞ്ഞിര മറ്റെന്നുള്ളതിൽ തന്നെ കാഞ്ഞിരമുണ്ട്. കാഞ്ഞിരം അല്പം കയ്പുള്ള കാര്യമാണ്. കാഞ്ഞിരം പാലിലിട്ടാലും കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നാണ് ചൊല്ല്. രസികൻ രസികൻ. നമസ്കാരം. ഈ PKS ലോഡ്ജിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന മഹാനായ കലാകാരന്മാർക്ക് പ്രൊഫസർ താരാശങ്കർ ബാനർജിയുടെയും സംഘത്തിന്റെയും അഭിവാദ്യങ്ങൾ. സഹൃദയരെ, എന്റെ കഥയുടെ പേര് മസ്തിഷ്ക പ്രക്ഷാളനം. നോക്കൂ, കഥ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. സസ്യശ്യാമള കോമളമായ കേരളം, പ്രകൃതി രമണീയമായ കേരളം, കിളികളുടെ കളകളാരവം, അനർഗളം നിർഗളിക്കുന്ന പുഴകൾ, അരുവികളുടെ നാട് കേരളം, പുഴകളുടെ നാട്, നദികളുടെ നാട് കേരളം, മലകളുടെ നാട്, അരുവികളുടെ നാട് കേരളം, പുഴകളുടെ നാട്, നദികളുടെ നാട് കേരളം, മലകളുടെ നാട്. എന്താണ് ഒരു പുതുമയുള്ളത്? അല്ല, അരുവികളുടെയും പുഴകളുടെയും അരുവികളുടെയും പുഴകളുടെയും നാടാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഒരു പുതുമ വേണ്ട ഇതിന്. കഥാപ്രസംഗം തുടങ്ങിയതല്ലേ ഉള്ളൂ, പുതുമയൊക്കെ ഉണ്ടാവും. നീ ചുമ്മാ ചളവാക്കല്ലേ? അല്ലാണ്ട് തന്നെ ഇതിലിപ്പോ എന്താ തെറ്റ്? അരുവികളുടെയും പുഴകളുടെയും ഒക്കെ നാടാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ന്യൂ ജനറേഷൻ വേണം, അത്രേ ഉള്ളൂ. സാറിന് പുതുമ വേണം, അത്രയല്ലേ ഉള്ളൂ. സ്വാമിയേട്ടാ ഇരുന്നാട്ടെ. പുതുമ മൂപ്പരെടുത്തുണ്ട്. അപ്പോ കൊച്ചു കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ
Land of rivers, land of rivers, land of mountains, land of mountains, land of hartals, land of hartals, land of mothers. Oh, God's own country, God's own country, God's own country, God's own country, Kerala, Kerala, Kerala. പുതുമയായി, ന്യൂ ജനറേഷനായി. ഇത് കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇനി നായകനിലേക്ക് കിടക്കുകയാണ്. നായകന്റെ പേരാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ പഞ്ചില്ല. രാജേന്ദ്രൻ ഒരു പഞ്ചില്ല. ഒരു കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഹീറോയുടെ പേരല്ല രാജേന്ദ്രൻ. രാജേന്ദ്രന്റെ പേര് എന്താ കുഴപ്പം എന്താണ്? അതിനൊരു പഞ്ചില്ലെന്ന്, ഒരു ജനറേഷനെ പറ്റി. അങ്ങനെയാണ് ഒരു കഥാകാരനെ പറ്റിയ പേരാണ് എനിക്കുള്ളത്. ശരി, അപ്പൊ നമുക്ക് ആദ്യം ഈ രാജേന്ദ്രനെ കുറിച്ച് കേട്ടിട്ട് നമുക്ക് അനുസരിച്ച് മാറ്റം വരുത്തണം. നമുക്കാണ് രാജേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേലായുധൻ എന്നുള്ള രീതിയിൽ മാറ്റാൻ പറഞ്ഞപ്പോൾ വേലായുധൻ അത് കേട്ടിരുന്നു. അപ്പൊ വേലായുധൻ എങ്ങനെയാവുമെന്ന് നോക്കിക്കോളൂ. അപ്പൊ ഈ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നായകൻ അയാൾക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അയാൾക്ക് കോളേജ് വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സംവിധാനം അയാൾക്ക് ഉണ്ടായിട്ടില്ല. അടിസ്ഥാന വർഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ നായകൻ വേലായുധൻ. പക്ഷേ വേലായുധനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിന്റെ അപകർഷതാബോധമില്ലാത്ത ഒരു നായകനാണ് വേലായുധൻ. അവനെ കുറിച്ച് പറയുമ്പോൾ, ഇവൻ കോളേജ് ബെഞ്ചിലെ മൂട്ടകടി കൊള്ളാത്ത ജെന്റിൽമാൻ, ഇവൻ കോളേജ് ബെഞ്ചിലെ മൂട്ടകടി കൊള്ളാത്ത ജെന്റിൽമാൻ, ഇവൻ പേരോ 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 വേലായുധൻ, കോളേജ് ബെഞ്ചിലെ മൂട്ടകടി കൊള്ളാത്ത ജെന്റിൽമാൻ, ഇവൻ കോട്ടകടി. അങ്ങനെ നമ്മുടെ എന്താ ഈ പാട്ട് മാറ്റണം. അതെന്തേ? ഈ പാട്ട് എന്താണ്? അവൻ കോളേജിൽ പോയിട്ടില്ല. നായകൻ കോളേജിൽ പോയിട്ടില്ല. നായകൻ കോളേജിൽ പോകണം. അതെന്തിന്? വിദ്യാഭ്യാസമുള്ള നായകൻ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നായകന്റെ അച്ഛനൊന്നല്ലല്ലോ. അല്ലല്ലോ, നായകൻ കോളേജിൽ പോവുകയോ പോകണ്ടൊക്കെ അതൊക്കെ സാറല്ലേ തിരക്കഥ അല്ല, ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് നായകന്മാർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അതിന്റെ പേര് നമ്മൾ അല്ല സാർ, ഈ എന്റെ കഥയ്ക്ക് തിരക്കഥ എഴുതേണ്ട അദ്ദേഹം അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലേ കാര്യങ്ങൾ റെഡിയാവും. ഇരുന്നാട്ടെ. മാറ്റം. ഇവൻ എഞ്ചിനീയറിംഗ് പാസ്സായ ജെന്റിൽമാൻ, എഞ്ചിനീയറിംഗ് പാസ്സായ ജെന്റിൽമാൻ, ഇവൻ പേരോ 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 വേലായുധനുള്ള പേര് കുറച്ചുകൂടെ മോഡേൺ ആക്കാൻ വേണ്ടേ? അത് നല്ലൊരു സൈസിലാണ് കേട്ടോ. ഇവൻ പേരോ 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 ഉദയകൃഷ്ണ, ഇവൻ പേരോ 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 ഉദയകൃഷ്ണ, ഇവൻ എഞ്ചിനീയറിംഗ് പാസ്സായ ജെന്റിൽമാൻ, ഇവൻ എഞ്ചിനീയറിംഗ് പാസ്സായ ജെന്റിൽമാൻ. അങ്ങനെ നമ്മുടെ ഉദയകൃഷ്ണ നായകൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ദിവസം നമ്മുടെ നായികയെ കാണാം. നായികയുടെ പേര് സുഭദ്ര. ഉദയകൃഷ്ണന് പറ്റിയ പേരാ സുഭദ്ര. ഉദയകൃഷ്ണ എന്ന് പറയുമ്പോ സുഭദ്ര എന്ന് പറയുമ്പോ ഒരുപാട് നാടകക്കാരുടെ പേര്. സിനിമയാണ്. ശരി, നായികയെ കണ്ടുമുട്ടുന്നു. നായികയുടെ പേര് ആഞ്ചലീന. ഉദയൻ ഉദയകൃഷ്ണൻ ആഞ്ചലീന, ഉദയകൃഷ്ണൻ ആഞ്ചലീന, ഉദയകൃഷ്ണൻ ആഞ്ചലീന പ്രണയം പൂവിച്ചു. ഉദയകൃഷ്ണ ആഞ്ചലീന, ഉദയകൃഷ്ണ ആഞ്ചലീന പ്രണയം പൂവിച്ചു, പ്രണയം പൂവിച്ചു. ആഞ്ചലീനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ആഞ്ചലീനെ പേടിച്ച് പറഞ്ഞു, അപ്പച്ചൻ ഇതുവഴി വരും. ആഞ്ചലീന ആകുമ്പോൾ ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. നായിക പേടിച്ച് ചോദിക്കുന്നു, വലിയ സമ്പന്നയാണ്, പണക്കാരിയാണ് നായിക ആഞ്ചലീന. ബന്ധുക്കൾ ആരെങ്കിലും വന്നാലോ അപ്പച്ചൻ ജീവനോടെ വച്ചിക്കില്ല. അപ്പോൾ നായിക ചോദിക്കുകയാണ്, ഇതിലെ ആരെങ്കിലും വന്നാലോ, ഇതിലെ ആരെങ്കിലും വന്നാലോ. അപ്പൊ നായകൻ ഉദയകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇതിലെ ആരിപ്പം വരാനാ, ഇതിലെ ആരിപ്പം വരാനാ, അഥവാ ആരെങ്കിലും വന്നാലോ ഓടുന്ന കാര്യം ഞാനേറ്റുവെന്നേ. ഇതിലെ ആരെങ്കിലും വന്നാലോ, ഇതിലെ ആരിപ്പം വരാനാ,
അഥവാ ആരെങ്കിലും വന്നാലേ ഓടുന്ന കാര്യം ഞാൻ ഏറ്റു പെണ്ണേ. ഉദയകൃഷ്ണന്റെ സ്വഭാവം അതാണ്. ഉദയകൃഷ്ണന്റെ സ്വഭാവം അതാണ്. അഥവാ അപ്പച്ചന്റെ ആൾക്കാർ ആരെങ്കിലും വന്നാൽ ഞാൻ ജീവനും കൊണ്ട് ഓടിക്കോളാം എന്നാണ് പറയുന്നത്. കാരണം അത്ര സമ്പന്നയായ ആഞ്ചലീനയുടെ കുടുംബത്തിൽ പ്രേമിച്ച നമ്മുടെ ഉദയകൃഷ്ണൻ. അപ്പോൾ ഉദയകൃഷ്ണന്റെ കൂട്ടുകാര് ഇവരെ തടസ്സപ്പെടുത്തി. കാരണം ഇവൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഉദയകൃഷ്ണൻ സമ്പന്നയായ ആഞ്ചലീനയെ പ്രേമിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണ്? അസൂയ. അതിൽ കോളിളക്കം ഉണ്ടാവില്ലേ? രാഷ്ട്രീയക്കാർ ഇടപെടില്ലേ? ജയിലിലാവില്ലേ? ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ, ഉദയകൃഷ്ണന്റെ കൂട്ടുകാരൻ വന്ന് ഉദയകൃഷ്ണനോട് പറഞ്ഞു, നീ തീയോടാണ് കളിക്കുന്നത്, നിന്റെ ജീവിതം വെച്ച് നീ പന്താടുകയാണ്. അവസാനം നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? തൂക്കം തൂക്കം ഒരു കയറിൽ തൂക്കം, തൂക്കം തൂക്കം ഒരു കയറിൽ തൂക്കം, പ്രേമിച്ച തൂങ്ങി മരിക്കാം. കാമുകിമാരുടെ സ്വയംവര ദിവസം കാമുകന്മാർക്കൊരു തൂക്കം തൂങ്ങാം. തൂക്കം തൂക്കം ഒരു കയറിൽ തൂക്കം, പ്രേമിച്ച തൂങ്ങി മരിക്കാം. കാമുകിമാരുടെ സ്വയംവര ദിവസം കാമുകന്മാർക്കൊരു തൂക്കം തൂങ്ങാം. ഇത് ശരിയാവൂല. നായകൻ തൂങ്ങുന്നത് ശരിയല്ല, നായിക തൂങ്ങണം. നായകൻ തൂങ്ങിയാ പിന്നെ കഥയും കൊടുക്കും. നായിക ഉണ്ടല്ലോ അവിടെ, സെന്റിമെന്റ്സ് അവിടെ വർക്ക് ചെയ്തൂടെ? അപ്പൊ ആരാണ് തൂങ്ങേണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റാം. നായിക തൂങ്ങും. നായിക എപ്പോഴേ തൂങ്ങിയാ പിന്നെ ബാക്കി വേറെ നായിക വരട്ടെ. നായകൻ തൂങ്ങിയാൽ ബാക്കി നായകൻ നായിക മരിക്കട്ടെ. നായിക തൂങ്ങും. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യോ, മൂപ്പര് ലോക തോൽവി. നിങ്ങളെ അല്ല, ഇങ്ങനല്ലേ തിരക്കഥ എഴുതിട്ട്. അപ്പൊ നായിക ആഞ്ചലീന മരിച്ചു.